ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മോൻസി ഷിജു. ഞാൻ കോതമംഗലത്ത് നിന്നാണ് വരുന്നത്. പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് 12/12/2022 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ മക്കൾക്ക് അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മൂലമാണ് ഞാനിവിടെ വരുന്നത്. 6 വർഷത്തോളമായിട്ട് എൻ്റെ മക്കൾക്ക് അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിരുന്നു. എല്ലാ 3 മാസം കൂടുമ്പോഴും എൻ്റെ മക്കൾ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കായിരുന്നു. 2 മക്കളെ ഒരേ ടൈമിൽ തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അതിനിടയ്ക്ക് 2 വർഷം ഞാൻ ഹോമിയോയിൽ മെഡിസിൻ കൊടുത്ത് നോക്കി. എന്നിട്ട് വ്യത്യാസങ്ങളൊന്നും കണ്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഡിസംബർ മാസം ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ 1 വർഷമായിട്ട് ഇന്ന് വരെയും എൻ്റെ മക്കളെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ഒരു കണ്ടീഷനിലേക്ക് വന്നിട്ടില്ല. അതുപോലെ എൻ്റെ മക്കൾക്ക് ചെറുതായിട്ട് ജലദോഷം എന്തെങ്കിലും ഉണ്ടായി വ്യഞ്ചരിച്ച വസ്തുക്കൾ കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അവർക്കതിൻ്റെ വ്യത്യാസം വന്ന് അവർക്ക് ഒരു മെഡിസിനും കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ആദ്യമേ തന്നെ കിട്ടിയത് അനുഗ്രഹം. എൻ്റെ മകൾക്ക് അബ്ഡോമിനൽ പെയിൻ ആയിരുന്നു. 1 മാസത്തോളമായിട്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിൻ്റെ അന്ന് തന്നെ മോളിനോട് പറഞ്ഞു, മമ്മി എനിക്ക് ഭയങ്കരമായിട്ട് അബ്ഡോമിനൽ പെയിനാണ്, ഫുഡ് കഴിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, അമ്മ സഞ്ചാരി മാതാവല്ലേ, എൻ്റെ കുഞ്ഞിൻ്റെ വയറുവേദന മാറ്റി കൊടുക്കണേ, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും എൻ്റെ കുഞ്ഞിൻ്റെ വയറുവേദന മാറ്റി കൊടുക്കണേന്ന്. പിറ്റേ ദിവസം മോൾ എഴുന്നേറ്റപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ വയറുവേദന പൂർണ്ണമായിട്ടും മാറി. അങ്ങനെയാണ് എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ജമ്മു കാശ്മീരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡ്യൂട്ടിക്കിടയിൽ ഒന്ന് വീണതിൻ്റെ ഫലമായിട്ട് ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായി. അന്ന് മുതലേ ബാക്ക് പെയിൻ ഉണ്ട്. 5-6 വർഷമായിട്ടുള്ള ബാക്ക് പെയിൻ ഓരോ വർഷം കൂടുമ്പോഴും കൂടി വരുമായിരുന്നു. അപ്പോൾ ഡ്യൂട്ടി ചെയ്യാൻ ബുദ്ധിമുട്ടായി. ഒരു കസേരയിൽ എഴുന്നേക്കാൻ പോലും ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലേക്ക് വന്നു. ബാക്ക് പെയിൻ വരുന്ന സമയത്ത് ഒരു സൈഡ് ചെരിഞ്ഞേ നടക്കാൻ പറ്റുള്ളൂ. ആ ഒരു കണ്ടീഷനിലേക്കായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ മാറി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എന്നിട്ടും വലിയ വ്യത്യാസങ്ങളൊന്നും കണ്ടില്ല. ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മ മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹത്താൽ ഇപ്പോൾ ഒരു പ്രശ്നങ്ങളുമില്ല. ദൈവം സഹായിച്ച് ഒരു കുഴപ്പങ്ങളുമില്ലാതെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡിസംബർ മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയ ആ മാസം തന്നെ എനിക്കൊരു ചെറിയ പനി ഉണ്ടായി. ആ പനി ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഓൾറെഡി വേളാങ്കണ്ണിയിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ടെങ്കിൽ പോയേക്കാം, നേർച്ച നിറവേറ്റാനായിരുന്നു പോയിരുന്നത്. അപ്പോൾ അങ്ങനെ പോയി. അവിടെ ചെന്നപ്പോഴേക്കും എൻ്റെ പനി കൂടിയിട്ട് എനിക്ക് അനങ്ങാൻ മേലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശ്രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മാതാവേ, അമ്മ സഞ്ചാരി മാതാവിലെ എൻ്റെ വയ്യാഴികൾ മാറ്റിത്തന്ന് നാളെ രാവിലെ എനിക്ക് മുട്ടയിടാനുള്ള നേർച്ച നിറവേറ്റാനുള്ള അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു 3 മണിയായപ്പോഴേക്കും എൻ്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളെല്ലാം മാറി. എനിക്ക് ആ നേർച്ച നിറവേറ്റാനും 9:30 കുർബാനയ്ക്ക് തന്നെ പങ്കെടുക്കുവാനുമുള്ള അനുഗ്രഹം തന്ന് മാതാവ് സഹായിച്ചു. പിന്നെ ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഒരു 2:30 വരെ എനിക്ക് പ്രോബ്ലംസ് ഒന്നുമില്ലായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും എനിക്ക് ഭയങ്കരമായിട്ടും പനിയായി. പനി കൂടി ഹോസ്പിറ്റലിൽ ചെന്നു, ഹോസ്പിറ്റലൈസ് ചെയ്തു. അപ്പോഴേക്കും എനിക്ക് ശ്വാസം മുട്ടലും സ്റ്റാർട്ടായിരുന്നു. ശ്വാസം മുട്ടൽ കണ്ടിന്യൂസ് ആയിട്ടായി കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു, ഹോസ്പിറ്റലിൽ നിന്നല്ലേ ഡോക്ടേഴ്സ് മെഡിസിനൊക്കെ തരുന്നുണ്ടല്ലോ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത് മാറിക്കോളൂ എന്ന്. അങ്ങനെ ഹോസ്പിറ്റലിൽ കോതമംഗലത്തായിരുന്നു ഹോസ്പിറ്റലൈസ് ചെയ്തത്. അങ്ങനെ ഹോസ്പിറ്റലിൽ 3 ദിവസം കിടന്നു. എന്നിട്ടും എൻ്റെ പനി മാറി, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി മാറുന്നില്ല. അങ്ങനെയായി 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് റെഫറൽ വാങ്ങിപ്പോയി. അപ്പോൾ അവിടെ ചെന്ന് ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല, ഈ കഫക്കെട്ട് വന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും, ഇപ്പം പഫ് തന്നു വിടാം, അല്ലാതെ വേറെ ഡിസ്ചാർജ് മെഡിസിനും തന്നു വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജ് മെഡിസിനും തന്ന് പഫും തന്ന് എനിക്ക് വീട്ടിൽ വിട്ടെന്ന് പറഞ്ഞാൽ യാതൊരു വ്യത്യാസവും എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ്. 15 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞാനിവിടെ തിരി മേടിക്കാൻ വന്നു. എൻ്റെ ഉടമ്പടി തീർന്നു പോയിട്ട് തിരി മേടിക്കാൻ വന്നപ്പോൾ ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് അവിടെ വന്നിരുന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു പോയി. അന്ന് ആ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ എൻ്റെ ശ്വാസം മുട്ടൽ മാറാനൊന്നും പ്രാർത്ഥിച്ചില്ല. ഇവിടെ കയറി വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നിടം വരെ എനിക്ക് ആ ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ശ്വാസം മുട്ടൽ പിന്നെ ഉണ്ടായിട്ടില്ല. അതിനും എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഉടമ്പടി നിയോഗമായിട്ട് ഇവിടെ വെച്ച ഒരു കാര്യമാണ്, എൻ്റെ ചേട്ടനും ചേച്ചിക്കും ജോലി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവ് നല്ലൊരു ജോലി കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് ഉടമ്പടിയിലുള്ള വേറൊരു നിയോഗം ഞാൻ പുതുക്കാൻ വന്നപ്പോൾ കൊടുത്തിരുന്ന ഒരു നിയോഗമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നപ്പോൾ തന്നെ അതിൻ്റെ സിംറ്റംസ് കാണിച്ചപ്പോൾ തന്നെ എൻ്റെ നാത്തൂനിവിടെ ഉടമ്പടി എടുത്തിരുന്ന ആളാണ്. അപ്പോൾ ഉടമ്പടിച്ച വ്യഞ്ചരിച്ച വസ്തുക്കളൊക്കെ കൊടുത്തു. പിന്നെ മാതാവിൻ്റെ കാശുരൂപം, ഉടമ്പടി കാശുരൂപം കൊന്തയിൽ കോർത്ത് കഴുത്തിലിട്ട് കൊടുത്തു. അതിൻ്റെയൊക്കെ ഫലമായി അവർ ഹോസ്പിറ്റലിൽ ചെന്നു. 5 ദിവസം തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട വന്നു. ആൾ സെമി പാരലൈസ്ഡായി പോയായിരുന്നു. ഉടമ്പടി വസ്തുക്കളും
തൈലവും തേച്ചെന്നും മരുന്നിനോടൊപ്പം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ് എൻ്റെ മാതാവേ, അമ്മയ്ക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റണേന്നായിരുന്നു. 14 ദിവസം കൊണ്ട് അമ്മ കയ്യിൽ ഭക്ഷണം വാരിയെടുത്ത് കഴിക്കുകയും ഇപ്പോൾ യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് ആരോഗ്യത്തോടെ നടക്കുന്നു. പിന്നെ എൻ്റെ മകന് ഡെങ്കു ഫീവർ വന്നപ്പോൾ മോൻ്റെ പ്ലേറ്റ്ലെറ്റ് താണു പോയിട്ട് ആകെപ്പാടെ കൈ ചൊറിയുമായിരുന്നു. അപ്പോൾ മെഡിസിൻസൊക്കെ കൊടുത്തു. മെഡിസിൻസ് കൊടുത്തിട്ടൊന്നും കുറയണില്ലായിരുന്നു. മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിച്ച് തേച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ അസുഖങ്ങളും മാറ്റിത്തന്നു. അതിനും മാതാവിന് നന്ദി പറയുന്നു. ഈ നിമിഷം വരെ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും. അതുപോലെ ഒരു ദിവസം എനിക്ക് ഈ പനി വന്നതിൻ്റെ ശേഷം ശ്വാസം മുട്ടലും മാറി. പക്ഷേ എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, തൊണ്ടയ്ക്ക് ഗ്യാസ് കിട്ടുന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ സൗണ്ട് 1.5 മാസമായിട്ട് ക്ലിയർ ആവണില്ലായിരുന്നു. ഒരു ദിവസം ആരാധന മധ്യേ, ജോസഫ് അച്ഛൻ്റെ ആരാധന മധ്യേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ശരീരത്തിലേക്ക് ഒരു വൈബ്രേഷൻ പോലെ വന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ കുഞ്ഞുങ്ങൾക്കായിരിക്കും വ്യത്യാസം വന്നതെന്ന് ഓർത്തു. പക്ഷേ ആ നിമിഷം മുതൽ എൻ്റെ സൗണ്ടും പെട്ടെന്ന് ക്ലിയറായി. അതിനകത്ത് തൊണ്ടയ്ക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ എനിക്ക് ഫാനിൻ്റെ അടിയിലൊന്നും കിടക്കാൻ പറ്റത്തില്ല, വലിയ പ്രശ്നങ്ങളായിരുന്നു. ആ അസുഖങ്ങളും എൻ്റെ അമ്മ മാതാവ് മാറ്റിത്തന്നു. പിന്നെ ഒരു ദിവസം ഞാൻ രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. തിരി കെടുത്താൻ വേണ്ടിയാണ് ചെന്നപ്പോഴാണ് കണ്ടത് അതിനകത്തുനിന്ന് ഒരു ജ്വാല പുറത്തേക്ക് ഇങ്ങനെ വരുന്നു. ഞാൻ നോക്കിയപ്പോൾ അതിനകത്തൊരു തിരുഹൃദയത്തിൻ്റെ രൂപം. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, ഇത് കുഞ്ഞതാണല്ലോ, ഇച്ചിരി കൂടെ വലുതായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ചൊന്ന് കാണിക്കാമായിരുന്നു. അപ്പോൾ തന്നെ അത് പെട്ടെന്ന് വലുതായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്കത് വിളിച്ച് കാണിക്കാൻ പറ്റി. അതുവഴി അവരുടെ വിശ്വാസവും വർദ്ധിച്ചു. പിന്നെ എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹമായിരുന്നു വണ്ടി ഓടിക്കണമെന്ന്. പക്ഷേ എൻ്റെ കയ്യിൽ ലൈസൻസും ഉണ്ട്, പക്ഷേ എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഓരോ പ്രാവശ്യം ലീവിന് വന്നിട്ട് പോകുമ്പോൾ പറയും, ഈ വണ്ടി ഒന്ന് ഓടിച്ചിരുന്നെങ്കിൽ വെറുതെ പോർച്ചിലേക്ക് ഒന്ന് കയറ്റിയിട്ടാലും മതി, മുറ്റത്തിട്ടെന്ന് പറയും. എന്നാലും എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ബാറ്ററി ഊരിയിടും വണ്ടിയുടെ. ഹസ്ബൻഡ് വരുമ്പോൾ റീകണക്ട് ചെയ്യും. അത് വരുമ്പോഴത്തേനും എല്ലാ വയറുകളും എലി കടിച്ച് നശിപ്പിക്കും. പിന്നെ ഹസ്ബൻഡ് വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ച് നന്നാക്കിയിട്ടാണ് വണ്ടി എടുക്കാറ്. ഇങ്ങനെ തന്നെയായിരുന്നു പതിവ്. അപ്പോൾ ഒരു പ്രാവശ്യം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ വണ്ടി എടുത്തോളാം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് ഞാൻ കുറേ കാലമായിട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്, എടുക്കുന്ന പണിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പോയി, സാറ്റർഡേ പോയി, സൺഡേ രാവിലെ പള്ളിയിൽ എടുത്തുകൊണ്ട് വണ്ടി പൊയ്ക്കോളാമെന്ന് ഞാൻ പറയുകയും ചെയ്തു. രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി 5:30 ആയപ്പോൾ തൊട്ട് എന്നെ വിയർക്കാൻ തുടങ്ങി. എനിക്ക് പേടിയാണ്, വണ്ടി എടുക്കാൻ പേടിയാണ്. ഞാൻ വാക്ക് പറഞ്ഞതാണ് വണ്ടി എടുത്തുകൊണ്ട് പൊക്കോളാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞതുകൊണ്ട് എനിക്ക് പേടിയായി. അപ്പോൾ ഞാൻ മാതാവിനോടും ഈശോയോടും പറഞ്ഞു, എൻ്റെ ഈശോയെ, എനിക്ക് വണ്ടി ഓടിക്കാനും അറിയത്തില്ല, എനിക്കൊരു കഴിവില്ല, എന്നെ സഹായിക്കണേ, എനിക്കതിനുള്ള ശക്തി ഒന്നുമില്ല എന്ന് പറഞ്ഞു. അന്നേരപ്പോഴത്തേനും എനിക്കറിയില്ല, എങ്ങനെയാണെന്നറിയില്ല, ഒരു ധൈര്യം പെട്ടെന്ന് വന്നു. ഞാൻ സർവ്വശക്തനായ പിതാവെ ചൊല്ലി ഉടമ്പടി തൈലം തേച്ച്, അന്ന് സ്റ്റിയറിങ് തൈലം തേച്ച് പ്രാർത്ഥിച്ച് വണ്ടി എടുത്താണ് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഓടിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ 110 കിലോമീറ്റർ ദൂരമുണ്ട്. അത് ഞാനും എൻ്റെ ഹസ്ബൻഡും മാറി ഓടിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോവാറ്. എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ഒരു അനുഗ്രഹം ഞാൻ ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെക്കാതെ തന്നെ എൻ്റെ മാതാവ് എനിക്കത് സാധിച്ചു തന്നു. പിന്നെ എനിക്ക് മാതാവ് തന്നിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ എനിക്ക് പെട്ടെന്ന് ക്ഷമിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. എനിക്ക് ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അത് ദേഷ്യമൊക്കെ എൻ്റെ കുറഞ്ഞു. അതൊക്കെ എനിക്ക് വലിയ അനുഗ്രഹങ്ങളാണ്. അതുപോലെ ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വന്ന് പോയപ്പോൾ ഒരു പ്രാവശ്യം മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഞങ്ങൾക്ക് 4 പേർക്കും അനുഭവപ്പെട്ടു. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് വഴിയരികിലിരിക്കുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോൾ വെഞ്ചരിച്ച വസ്തുക്കൾ പ്രാർത്ഥിച്ചെടുത്ത് മാതാവേ അവരുടെ അസുഖങ്ങളൊക്കെ മാറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ് കൊണ്ടുപോയി കൊടുക്കാറ്. ആദ്യമൊക്കെ പത്രം കൊടുക്കുമ്പോൾ എനിക്കൊരു നാണംകേടായിരുന്നു. പിന്നീട് എനിക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി. ഇപ്പം ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും വഴിയരികിലും ഒക്കെ നടന്നുകൊണ്ടുപോയി പത്രം കൊടുക്കാറുണ്ട്. ധ്യാനവും ഒക്കെ ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ഈശോ വഴി മാതാവ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു.